റീത്രെഡ് ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റീത്രെഡ് ടയർ ഇപ്പോൾ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല. വളരെ റെയറായിട്ട് മാത്രമേ ഇപ്പോൾ വണ്ടികളിൽ റീത്രെഡ് കാണുന്നുള്ളൂ. എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ എറണാകുളത്ത് റീത്രെഡ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ എല്ലാം നിർത്തിയെന്ന് വെച്ചാൽ ആ പ്രൈസിന് ഇപ്പോൾ വേറെ ഇഷ്ടംപോലെ കുറഞ്ഞ ബ്രാൻഡുകളൊക്കെ മുമ്പ് ഇപ്പോൾ ചൈനയിൽ നിന്നൊന്നും അങ്ങനെ വരുന്നില്ല എങ്കിൽ പോലും മുമ്പ് കിട്ടുമായിരുന്നു. പിന്നെ ഇപ്പം ഇമ്പോർട്ടഡ് ടയർസൊക്കെ ഇഷ്ടംമാരെ വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ റീത്രെഡ് മേടിച്ചിരുന്നെങ്കിൽ അത് മേടിച്ചിടാം, കംഫർട്ടായിരിക്കും. ത്രെഡൊക്കെ 2-3 വർഷമൊക്കെ ചിലപ്പോൾ ഇയർ ബാഗൊക്കെ ഉണ്ടാവുമെന്നുള്ളൂ. പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. നല്ലതാണെങ്കിൽ നോക്കിയെടുക്കുക ആൾക്കാർ. പിന്നെ എന്ന് പറഞ്ഞാൽ റീത്രെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടയർ കുഴിഞ്ഞൊക്കെ തെയ്യും. അത് ചിലത് ത്രെഡിൻ്റെ ഇത് റീത്രെഡ് എന്ന് പറയുന്നത് തീർന്ന ടയറിൽ ഒട്ടിച്ച് പുതിയ ത്രെഡ് ഒട്ടിച്ച് വരുന്നതാണ്. കുഴിഞ്ഞൊക്കെ പോയി കഴിയുമ്പോൾ സസ്പെൻഷനൊക്കെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ബെയറിങ് പോക്ക്, സസ്പെൻഷൻ്റെ ബുഷ് പോലെ. അതുകൊണ്ട് പിന്നെ വലിയ ഇപ്പോൾ ചില റൂട്ടിലൊക്കെ ഓടണ ഈ ദോസ്ത് അതേപോലത്തെ വണ്ടികൾക്കൊക്കെ റെയർ കസ്റ്റമേഴ്സൊക്കെ മാത്രമേ അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. നമ്മളിവിടെ വളരെ കുറച്ച്